സാമ്പത്തികമായി വലിയ ഉയർച്ച ലഭിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് അള്ളാഹു എന്നെ ബഹുമാനിച്ചു, എനിക്ക് വലിയ അനുഗ്രഹം നൽകി, എന്നെ പരിഗണിച്ചു എന്നാണ്. അതേസമയം സാമ്പത്തികമായി പ്രയാസം നേരിടുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അള്ളാഹു എന്നെ നിന്ദിച്ചു, എന്നെ ഒഴിവാക്കി കളഞ്ഞു എന്ന് ചിന്തിക്കുന്നു. ഈ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ആയത്തിലൂടെ പ്രധാനമായി 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തൊട്ടുടനെയുള്ള ആയത്തിൽ കല്ല എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് സമ്പത്ത് ഉണ്ടാവുക എന്നതോ ഇല്ലാതിരിക്കുക എന്നതോ അള്ളാഹു നമ്മെ പരിഗണിച്ചു എന്നതിൻ്റെയോ സ്നേഹിച്ചു എന്നതിൻ്റെയോ മാനദണ്ഡമേ അല്ല. രണ്ടാമത്തതായി നമുക്ക് മനസ്സിലാകാം, സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുന്നു. സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുകയും നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായ ആഖിറത്തിനെ മറന്നുപോകുന്ന, അവിടെയുള്ള വലിയൊരു വിജയത്തിന് ഭംഗമാവുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ ധനവും പണവുമായുള്ള വിനിയോഗം പാടില്ല. നമുക്ക് മനസ്സിലാക്കാം, ഖുർആനിലുടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാവപ്പെട്ടവനെ, യതീമുകളെ, അനാഥരെ, ദരിദ്രരെ ചേർത്തു പിടിക്കുന്നതാണ് സമ്പത്ത് കൊണ്ടുള്ള പ്രധാനമായ ഒരു ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് ഏൽപ്പിച്ചവൻ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.